ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിന്റെ ചോദ്യമുനയിലാണ്. എന്തായാലും പോലീസിന് വലിയ തരത്തിൽ സംശയം ഉണ്ട്. ഷൈൻ കൊണ്ടുവന്നത് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ്. അത് എന്തായാലും ഇത്തരം ഇടപാടുകൾ നടത്തുന്ന ഒരു ഫോൺ അല്ല എന്നാണ് പോലീസിന്റെ സംശയം. ആ തരത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിൽ നടനെ സംശയിക്കുന്നത്. ഇപ്പോൾ സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഏറ്റവും പ്രധാനം നമ്മൾ നോക്കുന്നത് ഈ ഫോൺ പരിശോധന, അത് സംബന്ധിച്ച തെളിവുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം പോലീസും അത് സംബന്ധിച്ച് കോൾ രേഖകളൊക്കെ തയ്യാറാക്കിയാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഉയരുന്നത് ഈ കൊണ്ടുവന്ന ഫോൺ, അത് മറ്റൊരു ഫോൺ ഉണ്ട് എന്ന് തന്നെയാണോ പോലീസിന്റെ സംശയം? തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് 3 ഫോൺ നമ്പറുകളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു ഫോൺ മാത്രമാണ് ഷൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് 2 ഫോൺ നമ്പറുകൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അതിന് ഷൈൻ പറയുന്ന മറുപടി, ഒന്ന് തൻ്റെ അമ്മയും മറ്റൊന്ന് തൻ്റെ പിതാവുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ 3 നമ്പറുകളിലും വിളിച്ചാൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഷൈൻ പറഞ്ഞു വയ്ക്കുന്നത്. താൻ ഉപയോഗിക്കുന്ന ഫോണാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും ഷൈൻ മറുപടി പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. ഷൈനെ വിളിച്ചാൽ കിട്ടുന്നതും ഷൈൻ വിളിക്കുന്നതുമായ 3 മൊബൈൽ ഫോണുകൾ, ഇതിൽ തന്നെ ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ, ആ ഫോൺ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. പക്ഷേ ഷൈൻ ഇപ്പോഴും പോലീസിനോട് കട്ടായം പറയുന്നത് താൻ ഉപയോഗിക്കുന്ന ഫോൺ താൻ കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റ് 2 ഫോണുകൾ തന്റെ പിതാവിന്റെയും അമ്മയുടെയുമാണ്, ആ ഫോൺ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മറുപടിയാണ് ഷൈൻ നൽകുന്നത്. സഹിൻ, അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട് ഈ ലഹരി ഇടപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് സംശയം മാത്രമല്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കൂടുതൽ രേഖകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും നർക്കോട്ടിക് ACPയെ വിളിച്ചു വരുത്തിയത് NDPS ആക്ട് ഇതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നർക്കോട്ടിക് ACPയെയും കൂടെയൊക്കെ വരുത്തുകയും ചെയ്തത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ അന്വേഷണ സംഘം അവർ എഴുതി തയ്യാറാക്കിയ 32ഓളം ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ ഉപചോദ്യങ്ങളുണ്ടാകാം. അതിലെല്ലാം തന്നെ ഷൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറുപടികൾക്കാണ് സാധ്യത കൂടുതലുള്ളത്. ഇപ്പോൾ തന്നെ ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഷൈൻ നൽകിയിട്ടുള്ള മറുപടി, അതിനെ പോലീസിനെ എതിർക്കാൻ കഴിയില്ല. കാരണം ഷൈനെ വിളിച്ചാൽ കിട്ടുന്ന 3 ഫോണുകൾ, ആ ഫോൺ നമ്പറുകളിൽ ഒരെണ്ണം അമ്മയും ഒരെണ്ണം അച്ഛനും ഒരെണ്ണം ഷൈനുമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റെന്ത് പറയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം. ആ 2 നമ്പറുകളും തരേണ്ടതില്ല. നിങ്ങൾ വിളിച്ചു നോക്കൂ, ആ നമ്പറുകളിൽ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചു നോക്കൂ എന്നാണ് ഷൈൻ പറയുന്നത്. എന്തായാലും ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ, അതായത് മറ്റ് ഫോണുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത് ആ തരത്തിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ആ നമ്പറുകളിലേക്ക് പോലീസ് വിളിച്ചു നോക്കി. അപ്പോൾ ഷൈൻ്റെ പിതാവും മാതാവുമാണ് ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയല്ല. ഷൈൻ്റെ 3 ഫോണുണ്ട്, അതിൽ 2 നമ്പറുകൾ കൊണ്ടുവന്നിട്ടില്ല, ഒരു നമ്പർ മാത്രമാണ് ഷൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് 2 നമ്പറുകളും മറ്റ് 2 ഫോണുകളും എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഷൈൻ്റെ മറുപടി ഇങ്ങനെയും പോലീസിൻ്റെ ചോദ്യം ഇങ്ങനെയുമാണ്. അതോടൊപ്പം സഹിൻ, ഈ ലഹരി ഇടപാട് സംബന്ധിച്ച് വരുന്നത് കൊണ്ടാണ്, കാരണം കഴിഞ്ഞ ആലപ്പുഴ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നിന്ന് ഈ പ്രതികൾ പറയുന്നത് ഈ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ മൊബൈൽ ഫോൺ വഴി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആ പ്രതികൾ പറയുന്നു. അത് സംബന്ധിച്ച് ആ നമ്പറുകളിലേക്ക് കൂടി അന്വേഷിക്കുമ്പോൾ ഇതല്ല ആ നമ്പർ എന്ന് വ്യക്തമാകുമ്പോൾ എന്തായാലും നടന് മറ്റേ നമ്പർ വ്യക്തമാക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും പറയേണ്ടി വരും. അതിൽ ഷൈൻ കൊടുക്കുന്ന മറുപടി ഇതാണല്ലോ. ഷൈൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി ഇതാണ്, ഇങ്ങനെയാണ്, അത് എൻ്റെ മാതാവും എൻ്റെ പിതാവുമാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, ഇയാൾ നിലവിലെ ആലപ്പുഴ കേസ് അത് കൊച്ചി സിറ്റി പോലീസ് അന്വേഷിക്കേണ്ട കേസല്ല എന്നുള്ളൊരു വാദം ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഷൈനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഷൈൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷൈനെ കേസുമായി ബന്ധപ്പെട്ട് യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന് ഒരു തെളിവുകൾ ശേഖരിക്കുക, അതൊന്നും പോലീസ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായോഗികമല്ല. അതാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പോലീസിന് വലിയ സംശയം ഇക്കാര്യത്തിൽ ഉണ്ട്. കാരണം 3 മൊബൈൽ ഫോണുകൾ ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് പോലീസിന് മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിച്ചിട്ടുള്ളത്. മറ്റ് 2 മൊബൈൽ ഫോണുകൾ അച്ഛനും അമ്മയുമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ മറ്റ് ചില കേസുകളിൽ, അത് ആലപ്പുഴയിലെ കേസിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ഹാജരാക്കിയത് തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും പരിശോധന വരേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. ഇപ്പോൾ 11:48 ആകുന്നു. 10 മണിക്കാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായത്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം
ഒരുപാട് കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. 32 ചോദ്യങ്ങൾ മാത്രമല്ല, പ്രാഥമികമായി തയ്യാറാക്കിയ 32 ചോദ്യങ്ങൾക്ക് പുറമേയുള്ള ചോദ്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതോടൊപ്പം നടി പറഞ്ഞ പരാതികൾ സംബന്ധിച്ച കാര്യങ്ങൾ, സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിക്കാനുണ്ടാവും. പക്ഷേ അവിടെയും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇതിനൊക്കെ കൃത്യമായ മറുപടി എന്തായാലും അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോലീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. കൃത്യമായ മറുപടി അദ്ദേഹത്തിനും ഉണ്ടാകും. കാരണം നേരത്തെ ഒരു കേസിൽ 10 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയ ഒരു സാഹചര്യം, ഒരു ചരിത്രം അത് ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ട്. അന്ന് നടത്തിയ ഇത് കൊണ്ട് തന്നെ പോലീസിനെ ഭയക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് മറുപടി പറയാം. അതോടൊപ്പം ഈ സാങ്കേതിക തെളിവുകൾ ഏത് തരത്തിൽ പോലീസിന് ശേഖരിക്കാനാകും എന്നത് വളരെ പ്രധാനമാണ് ഈ കേസിൽ. കാരണം ഒരു പരാതി പോലീസിന് മുന്നിൽ ഇല്ല എന്നത് വളരെ പ്രധാനമാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു പരാതി, അത് നടിയുടെ പരാതിയാണെങ്കിൽ അത് സിനിമാ മേഖലയിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. സിനിമയിൽ തന്നെ തീർത്തോളാം എന്നാണ് ആ നടി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മുന്നിലേക്ക്, എക്സൈസിന് മുന്നിലേക്ക് അത്തരമൊരു പരാതി നിലവിലില്ല. അതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ ശേഖരിക്കേണ്ടത് പോലീസിനും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നടനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. ആ തരത്തിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക്, ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. പക്ഷേ അവിടെയും പോലീസ് പ്രാഥമികമായി പറയുന്നത് പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്, പക്ഷെ കൃത്യമായല്ല എന്ന് വ്യക്തമാക്കുകയാണ്. കാരണം അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അവർ ചോദിക്കുന്നത് ഈ മറ്റ് 2 മൊബൈൽ ഫോണുകൾ സംബന്ധിച്ച് അത് എവിടെ എന്ന ചോദ്യമാണ്. കാരണം അവിടെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ നടന്നത് ആ മൊബൈൽ ഫോണുകളിലാണ് എന്ന് പോലീസ് സംശയിക്കുകയാണ്. അത് സംബന്ധിച്ച പ്രാഥമികമായുള്ള രേഖകളൊക്കെ പോലീസ് ഹാജരാക്കിയിട്ടുമുണ്ട്. എന്തായാലും എന്തുകൊണ്ട് പോലീസിന്റെ പരിശോധനയ്ക്കിടെ നടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, എന്തുകൊണ്ട് ഈ ഒരു ഭയമുണ്ടായി എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വ്യക്തത വരുത്തേണ്ടത് ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോഴായിരിക്കും നമുക്ക് വ്യക്തമാവുക ഇതൊരു കേസായി മാറാനുള്ള സാഹചര്യം ഉണ്ടോ എന്നതൊക്കെ. കാരണം ഈ ഡാൻസ് ഓഫിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ പ്രതിയുമല്ല എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ വ്യക്തമാവുകയാണ്.